അനന്തപുരിയിൽ ഇന്ന് ലോകത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളുടെയും ഉത്സവം നടക്കുന്ന പ്രധാന ദിവസമാണ്. അതായത് ആറ്റുകാലമ്മയ്ക്ക്, അനന്തപുരിയുടെ നാഥയായ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം മക്കളർപ്പിക്കുന്ന ദിവസം. ഇന്ന് മക്കളർപ്പിക്കുന്ന നിവേദ്യത്തിനാണ് അമ്മ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീരത്നങ്ങൾ എത്തുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തുകൂടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ പടിഞ്ഞാറേ നടയിലൂടെ നിത്യവും സഞ്ചരിച്ച് ഭഗവാന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന സ്വാമിയാരുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുപ്പിൽ സ്വാമിയാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നടുവിൽ മഠം ഒറവങ്കര അച്യുത ഭാരത സ്വാമികൾ, ഭാരതിയാർ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്നും അദ്ദേഹം ദൈവം ഭക്തർക്ക് പകരുന്ന അനുഗ്രഹിത ദർശനത്തോടുകൂടി നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാഴ്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹിത കാഴ്ചകളിലേക്ക്. ആറ്റുകാൽ പൊങ്കാല 2026. ഒരു സന്യാസിയിൽ നിന്നും ഭക്തർക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മിത്രാനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മഠമാണ് നടുവിൽ മഠം. മഠത്തിന്റെ ഉള്ളിലായി വില്ലമംഗലം സ്വാമിയാർ ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം സ്വാമിയാരുടെ തന്നെ സമാധിക്ക് മുകളിൽ കുടിയിരുത്തിയിരിക്കുന്നു. വില്ലമംഗലം പരമ്പരയിലെയും ശങ്കര പരമ്പരയുടെയും പുതുതലമുറ സ്വാമിയായ ഒറവങ്കര അച്യുത ഭാരതി സ്വാമിയാരാണ് ശ്രീ പത്മനാഭന്റെ പുഷ്പാഞ്ജലി സ്വാമിയാർ പദവി അലങ്കരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല കാലത്തിൽ നിന്നും ഈ 2026 പൊങ്കാല വന്നെത്തുമ്പോൾ നടുവിൽ മഠം മുപ്പിൽ സ്വാമിയാർ സ്ഥാനത്തേക്കും സ്വാമിയാർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രത്തിലെത്തിയ ഭക്തരെല്ലാം സ്വാമിക്ക് ഭിക്ഷ നൽകി നമസ്കരിക്കുന്നതിൽ മുൻഗണന നൽകുന്നുണ്ടായിരുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മുന്നിൽ ഭണ്ഡാര അടുപ്പിൽ അഗ്നി തെളിയിക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ സ്വാമിയാർ മഠത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ നിന്നുള്ള ദീപവുമായി നടന്ന ക്ഷേത്രത്തിന്റെ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന വലിയ വിളക്കിൽ ദീപം തെളിയിക്കും. തുടർന്ന് ഭക്തർ ആ വിളക്കിൽ നിന്നും അഗ്നി പൊങ്കാല അടുപ്പുകളിലേക്ക് പകരുന്നു. ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ എത്തിയതും 11 ദിനങ്ങൾ നീണ്ടുനിന്ന ലളിത സഹസ്രനാമ കോടി അർച്ചനയുടെയും കാഴ്ചകൾ നമ്മൾ 2025 ജൂൺ മാസം കണ്ടിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സന്യാസി ശ്രേഷ്ഠന്റെ കാർമ്മികത്വത്തിൽ അമ്മയ്ക്ക് മുന്നിൽ അത്തരത്തിൽ ഒരു അർച്ചന വഴിപാട് നടന്നത്. അതുകൊണ്ടെല്ലാം അമ്മയുടെ ഒരു ദർശനം ഈ സൗധത്തിലേക്ക് എത്തും എന്നതും ഈ ഭക്തർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണക്കില്ലാത്തത്ര ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ അനന്തപുരിയിൽ എത്തുന്നത്. ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടി അമ്മയുടെ ക്ഷേത്രം മാറിയിരിക്കുന്നു. പുരാതന കാലത്ത് ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനത്ത് ഒരു ഭഗവതിക്കാവും കളരിയുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം. ഭഗവതിയെ കൂടാതെ ചാമുണ്ടി, മാടൻ തമ്പുരാൻ, നാഗർ എന്നീ മൂർത്തി ആരാധനയും നടത്തിയിരുന്നു. ആയുധ അഭ്യാസത്തിന് വേണ്ടിയാണ് കളരി സ്ഥാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നായർ കുടുംബങ്ങളിലെ പുരുഷന്മാർ വീരയോദ്ധാക്കളും അന്നത്തെ രാജാക്കന്മാരുടെ സേവകരുമായിരുന്നു. ആ പ്രദേശത്തെ അറിയപ്പെടുന്ന നായർ തറവാടായിരുന്നു ചെറുകര വലിയ വീട്. ഉമയമ്മറാണി നാട് ഭരിക്കുന്ന കാലത്ത് 8 വീട്ടിൽ പിള്ളമാർക്കെതിരെ പടപൊരുതി വിജയം നേടാൻ ഈ കുടുംബത്തിലെ വീരപുരുഷന്മാർ സഹായിച്ചിരുന്നു. ഇവരിൽ പ്രസാദിച്ച റാണി ഇവർക്ക് ധാരാളം ഭൂമി കരമൊഴിവായി പതിച്ചു നൽകുകയും ചെയ്തു. അതുപോലെ യുവരാജാവായിരുന്ന കാലത്ത് മാർത്താണ്ഡവർമ്മയെ ഒരിക്കൽ പുത്തൻകോട്ട ശിവക്ഷേത്ര പരിസരത്ത് വെച്ച് പത്മനാഭൻ തമ്പിയുടെ സൈന്യം വളഞ്ഞു. മാർത്താണ്ഡവർമ്മ സമർത്ഥമായി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയതാകട്ടെ ആറ്റുകാൽ കിള്ളിയാറ്റിന്റെ തീരത്ത്. യുവരാജാവായ മാർത്താണ്ഡവർമ്മയെ ചെറുകര വീട്ടുകാർ തിരിച്ചറിയുകയും അഭയം നൽകുകയും അന്വേഷിച്ചു വന്ന സൈന്യത്തെ വഴിമാറ്റി വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് മഹാരാജാവായി സ്ഥാനക്കയറ്റം ലഭിച്ച കാലത്ത് മാർത്താണ്ഡവർമ്മ ഇവരെ പ്രത്യേകം ഓർക്കുകയും കുറേയധികം ഭൂമി കൂടി ഇവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ കൂടുതൽ പ്രമാണിമാർ ആയിത്തീർന്ന ഇവർ കുറച്ചു കാലത്തിന് ശേഷം 3 ശാഖകളായി പിരിഞ്ഞു. ഇതിൽ ഒരു ശാഖയാണ് മുല്ലുവീട്. ഇന്ന് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന്റെ പടിഞ്ഞാറു ഭാഗത്ത് അറയും നിരയുമുള്ള ഓലമേഞ്ഞ വലിയൊരു 4 കെട്ടായിരുന്നു മുല്ലുവീട്. അവിടുത്തെ അന്നത്തെ കാർണവർ അതീവ നിഷ്ഠയുള്ള ദേവീ ഭക്തനായിരുന്നു. ഭഗവതിക്കാവിൽ വിളക്ക് തെളിയിക്കുന്നതും പൂജ നടത്തുന്നതും എല്ലാം ഈ മുതിർന്ന കാർണവർ തന്നെയായിരുന്നു.
സദാസമയം ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരവും. അങ്ങനെ വെള്ളിയാഴ്ച കൂടിയൊരു വർഷക്കാലത്ത് വൈകുന്നേരം പതിവ് പോലെ കാവിൽ ദീപം തെളിയിക്കാൻ ദേഹശുദ്ധി വരുത്താനായി കിള്ളിയാറിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ദേവീസ്തോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുങ്ങിക്കുളിച്ച് തല തുവർത്തുന്ന നേരത്ത് അദ്ദേഹം ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. നിറഞ്ഞൊഴുകുന്ന കിള്ളിയാറിന്റെ മറുകരയിൽ ഒരു 13 വയസ്സ് പ്രായം തോന്നിക്കുന്ന ബ്രാഹ്മണകുമാരിയെ പോലൊരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു. തനി തങ്കത്തിന്റെ നിറം, പട്ടുപ്പാവാടയും ബ്ലൗസും ധരിച്ചിരിക്കുന്നു. കാതിലും കഴുത്തിലും രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. മുടിയിൽ സുരഭില കുസുമങ്ങൾ തിരികിയിരിക്കുന്നു. മഹാതേജസ്വിനിയായ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന കുമാരിയെ പിതൃവാത്സല്യത്തോടും അനുകമ്പയോടും കൂടി അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴേക്കും കുമാരിയുടെ ചോദ്യമായി, എന്നെ ഒന്ന് അക്കരയ്ക്ക് എത്തിക്കാമോ? കേട്ട മാത്രയിൽ തന്നെ സന്തോഷത്തോടെ അദ്ദേഹം അക്കരയ്ക്ക് നീന്തി ചെല്ലുകയും സ്വപുത്രിയെ എന്ന പോലെ ആ കുമാരിയെ മറുകരയിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു. കുഞ്ഞെവിടെ പോകുന്നു എന്ന കാരണവരുടെ ചോദ്യത്തിന് അവൾ മധുരമായി പുഞ്ചിരിച്ചു നിന്നതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല. തുടർന്ന് അദ്ദേഹം കുഞ്ഞു വല്ലതും കഴിച്ചോ എന്നാരാഞ്ഞു. ആ സ്നേഹനിർഭരമായ ചോദ്യത്തിനും കുമാരി പുഞ്ചിരിയോടെ തലയാട്ടി. കഴിച്ചിട്ടില്ലെന്ന് ഗ്രഹിച്ച കാരണവർ കുമാരിയെയും കൂട്ടി മുല്ലുവീട്ടിലെത്തി. കാവിൽ വിളക്കി വയ്ക്കാൻ നേരമായതുകൊണ്ട് തന്നെ കാരണവർ കുറച്ച് ധൃതിയിൽ തന്നെ കുമാരിക്ക് വേണ്ടി ഗ്രഹത്തിലുണ്ടായിരുന്ന അവിലും പഴവും ഒരു നാക്കിലയിൽ എടുത്തു വെച്ചു. മുറ്റത്തെ തെങ്ങിൽ കയറി ഒരു ഇളനീരുമിട്ടു. അതിന്റെ മൂടും ചെത്തി തിടക്കത്തിൽ പൂമുഖത്തെത്തുമ്പോൾ ആ കുമാരിയെ അവിടെങ്ങും കാണാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ആ വിഷമത്തോടെയാണ് കാരണവർ കാവിൽ വിളക്ക് വയ്ക്കാൻ പോയത് തന്നെ. അന്ന് കാരണവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ദിവ്യമായ ഒരു പ്രകാശം പരന്നു. അതിൽ നിന്നും ആ കന്യക അവിടെ പ്രത്യക്ഷയായി ഭഗവതിയുടെ രൂപത്തിൽ കാരണവർക്ക് ദർശനം നൽകുകയും ചെയ്തു. ഇടറിയ ശബ്ദത്തോടെ കാരണവർ പറഞ്ഞു തുടങ്ങി, ഭഗവതിയെയാണോ ഞാൻ ഈ കൈകളിൽ കോരിയെടുത്ത് അക്കരയ്ക്ക് എത്തിച്ചത്? ഈയുള്ളവൻ മഹാഭാഗ്യവാനായിരിക്കുന്നു. ഇതിൽ പരം സുഹൃതം മറ്റെന്താണുള്ളത്? കാരണവർക്ക് നേർ ദേവിയുടെ മൊഴി, അങ്ങയുടെ പരമഭക്തിയിൽ ഞാൻ തൃപ്തയായിരിക്കുന്നു. നാളെ കാവിൽ ചെല്ലുമ്പോൾ നിലത്ത് 3 വരകൾ കാണുന്നിടത്ത് എന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അങ്ങയ്ക്കും നാടിനും സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ കൈതൊഴാം, ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ കൈതൊഴാം, ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ പാഹിമാം, ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ പാഹിമാം, ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ കൈതൊഴാം, ആറ്റുകാലം മേ കൈതൊഴാമമ്മേ, ആറ്റുകാലം മേ പാഹിമാം. ആർത്തിനാശിനി ആനന്ദാത്മികേ, ആറ്റുകാൽ വാഴും അംബികേ, ആർത്തിനാശിനി ആനന്ദാത്മികേ, ആറ്റുകാൽ വാഴും അംബികേ, ആർത്തിയോടിതാ കുമ്പിടുന്നു ഞാൻ, ആറ്റുകാലം മേ പാഹിമാം, ആർത്തിയോടിതാ കുമ്പിടുന്നു ഞാൻ,
ആറ്റുകാലമ്മേ പാഹിമാ ആറ്റുകാലമ്മേ കൈതൊഴാമമ്മേ ആറ്റുകാലമ്മേ കൈതൊഴാം ആറ്റുകാലമ്മേ കൈതൊഴാമമ്മേ ആറ്റുകാലമ്മേ കൈതൊഴാം ആറ്റുകാലമ്മേ കൈതൊഴാമമ്മേ ആറ്റുകാലമ്മേ പാഹിമാം ആറ്റുകാലമ്മേ കൈതൊഴാമമ്മേ ആറ്റുകാലമ്മേ പാഹിമാം ആറ്റുകാലമ്മേ പാഹിമാം ആറ്റുകാലമ്മേ പാഹിമാം